അസ്സലാമലൈക്കും. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ സമോസയാണ്. അപ്പം ഈ സമോസ മാത്രമല്ല ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത്. ഈ സമോസയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് 2 ചട്നിയും കൂടി ഞാൻ തയ്യാറാക്കുന്നുണ്ട്. ഒന്ന് സ്വീറ്റ് ചട്നിയും ഒന്ന് ഗ്രീൻ ചട്നിയും. ശരിക്കും ഈ സമോസ ഈ സ്വീറ്റ് ചട്നിയും ഗ്രീൻ ചട്നിയും കൂട്ടി കഴിക്കാനാണ് ടേസ്റ്റ് കൂടുതൽ. വെറുതെ ഈ സമോസ കഴിച്ചാൽ ടേസ്റ്റ് ഇല്ല കേട്ടോ, ഞാൻ ഇപ്പോഴേ പറയാം. നിങ്ങൾ ഈ സമോസ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ 2 ചട്നിയും കൂടി നിങ്ങൾ തയ്യാറാക്കിയിട്ട് വേണം ഇത് കൂട്ടിയിട്ട് കഴിക്കാൻ. അപ്പം ശരിക്കും അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സമോസയാണിത്. അപ്പം ഞാൻ ഇനി കൂടുതൽ സംസാരിക്കുന്നില്ല. അപ്പം നമുക്ക് ഈ സമോസ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ സമോസ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 2 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. ഒരെണ്ണം വലുതും ഒരെണ്ണം ഒരു മീഡിയം സൈസും. നിങ്ങൾക്ക് എത്രയാണോ മസാല വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ പൊട്ടറ്റോയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പം ഞാനിനി ഇത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് പ്രഷർ കുക്കറിലിട്ട് നല്ലതുപോലെ ഇത് വേവിച്ചെടുക്കും. ഈ സമോസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, പൊട്ടറ്റോ നന്നായിട്ട് വേകണം. അപ്പം ഞാനിനി ഇത് വേവിച്ചെടുത്തിട്ട് വരാം. ഈ പൊട്ടറ്റോ വേകാൻ ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ടാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. അപ്പം ഇത് വേകുന്ന നേരം കൊണ്ട് നമുക്ക് ഗ്രീൻ പീസ് വേവിച്ചെടുക്കണം. ഞാൻ ഇതിലേക്ക് ഫ്രോസൺ ഗ്രീൻ പീസ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പം ഈ ഗ്രീൻ പീസ് വേവിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് വെള്ളം എടുത്ത് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അതിവിടെ തിളച്ച് വരുന്നുണ്ട്. ഈ സമയം നമുക്ക് ഈ ഫ്രോസൺ ഗ്രീൻ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം 1 കപ്പ് ഗ്രീൻ പീസ് ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിന്റെയൊക്കെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഏകദേശം ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് ഫ്രോസൺ ആയതുകൊണ്ട് വെന്ത് കിട്ടും. ഇത് വെന്ത് വന്ന ശേഷം ഇത് ഡ്രെയിൻ ചെയ്ത് മാറ്റുവാണ് ചെയ്യുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വെന്ത ശേഷം ഇതുപോലെ വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കരുത്, ഡ്രെയിൻ ചെയ്ത് എടുക്കണം. അപ്പം ഇത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഈ സമോസയ്ക്കുള്ള മാവ് തയ്യാറാക്കിയെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ഒരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് ഞാൻ 1 കപ്പ് മൈദാമാവ് എടുത്തിട്ട് കൊടുക്കുകയാണ്. ഞാൻ ഇനി ഇതിലേക്ക് ഡാൽഡയാണ് യൂസ് ചെയ്യുന്നത്. ഡാൽഡ എന്ന് പറഞ്ഞാൽ വനസ്പതി. അപ്പം ഡാൽഡ ഇട്ടാൽ ഇതിനൊരു ഗുണം എന്തെന്ന് വെച്ചാൽ നമ്മൾ ഡാൽഡ ഇട്ട് കുഴച്ച് ഉണ്ടാക്കിയെടുക്കുന്ന സമോസയുടെ ഉൾഭാഗം സോഫ്റ്റ് ആയിരിക്കും, പുറം നല്ല ക്രിസ്പി ആയിരിക്കും, അതുപോലെ തന്നെ നല്ല ഗോൾഡൻ കളറും ഇതിന് കിട്ടും. ഇതാണ് ഈ ഡാൽഡയുടെ ഒരു ഗുണം. അപ്പൊ ഈ ഡാൽഡ ഏകദേശം 1 ടേബിൾ സ്പൂൺ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ ഡാൽഡ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ അയമോദകം, അതായത് ഓമപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ശരിക്കും ഇതൊക്കെ ഇടുമ്പോഴാണ് ഈ ഒരു സമോസയ്ക്ക് ടേസ്റ്റ് കിട്ടുന്നത്. ഇത് വളരെ ഹെൽത്തിന് നല്ല ഒരു ഇതാണ് ഈ അജ്വൈൻ സീഡ് എന്ന് പറയുന്നത്. അപ്പം അത് നിങ്ങൾക്ക് അതിന്റെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ ഇതിന്റെ അളവ് കുറച്ചാലും മതി. പിന്നെ ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഇത് കുഴച്ചെടുക്കാൻ പാകത്തിനുള്ള ഉപ്പിട്ട് കലക്കി കൊടുക്കാം. ഇനി ആദ്യം നമുക്ക് ഈ ഡാൽഡയും ഈ മാവും അയമോദവും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈകൊണ്ട് വേണം ഇത് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മൾ പുട്ടിനൊക്കെ നനയ്ക്കത്തില്ലേ, അതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി വെള്ളം കുറേശ്ശെ ഒഴിച്ച് ഇതൊന്ന് കുഴച്ചു കൊടുക്കാം. നമ്മൾ ഈ ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കത്തില്ലേ, ആ ഒരു പരുവത്തിന് കുഴച്ചെടുക്കണം. ഒരുപാട് ലൂസായി പോരുത് കേട്ടോ, അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മളിത് കുഴച്ചെടുക്കാനുള്ളത്. ഇനി ഈ കുഴയ്ക്കുന്നതിലാണ് ഇരിക്കുന്നത്. ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം. ടേബിൾ കൗണ്ടറിലോ ഇതുപോലെ പലകയിലോ ഇട്ട് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കണം. ഞാനിത് ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ ബൗളിലേക്ക് ഇട്ടിട്ട് മൂടി വെക്കാം. ഇനി നമ്മൾ ഫില്ലിംഗ് ഉണ്ടാക്കി കഴിഞ്ഞ ശേഷമാണ് നമ്മളിത് പരത്തിയെടുക്കുന്നത്. കണ്ടോ, ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് വേണം നമ്മളിത് കുഴച്ചെടുക്കേണ്ടത്. ഈ ബൗളിലേക്ക് ഇട്ടിട്ട് ഈ സമയം കൊണ്ട് നമുക്ക് ഈ സമോസയിലേക്കുള്ള ചട്നി തയ്യാറാക്കിയെടുക്കാം. ഗ്രീൻ പീസ് ഞാനിവിടെ ഡ്രെയിൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. സ്വീറ്റ് ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് വെള്ളം ഒരു പാത്രത്തിലെടുത്ത് നല്ലതുപോലെ വെട്ടി തിളയ്ക്കുമ്പോൾ ഞാനിവിടെ 1 കപ്പ് ഡേറ്റ്സ് കുരു കളഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുരു കളയണം കേട്ടോ, അല്ലെങ്കിൽ ഇത് നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുക്കുമ്പോൾ നമ്മളുടെ മിക്സി കേടായി പോവും, അതിന്റെ ബ്ലേഡ് ഒടിഞ്ഞു പോവും. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം കൺഫേം ചെയ്യണം ഇതിലേക്ക് കുരു ഇല്ല എന്നുള്ള കാര്യം. ഇതൊരു 5 മിനിറ്റ് ഇതിൽ കിടന്നൊന്ന് വേകട്ടെ. ഈ ഡേറ്റ്സ് ഇവിടെ വേകുന്ന നേരം കൊണ്ട് ഞാൻ ഇവിടെ കണ്ടോ 1 നെല്ലിക്ക വലിപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. ഈ പുളി ഇതുപോലെ ഒരു ബൗളിലിട്ടിട്ട്
ഇതിലേക്ക് ഞാനിവിടെ 1/4 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ചൂടുവെള്ളം ഒഴിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും. അപ്പോൾ ഈ പുളി നന്നായിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കാൻ സാധിക്കും. ഇത് വെന്ത ശേഷം മാത്രമേ നമുക്കിനി പുളിവെള്ളം ആവശ്യമുള്ളൂ. ഇതിവിടെ മാറ്റി വെക്കാം. ഇതിവിടെ വെന്ത് വരുമ്പം ഒരു ചെറിയ തുണ്ട് ശർക്കര ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ശർക്കര ഡയറക്റ്റ് അല്ല ഇട്ട് കൊടുക്കുന്നത്. കണ്ടോ, ഞാനിവിടെ ശർക്കര ഉരുക്കി പാനിയാക്കി നല്ലതുപോലെ 3-4 പ്രാവശ്യം അരിച്ച് ഫ്രിഡ്ജിലാണ് ഇത് വച്ചിരിക്കുന്നത്. അപ്പം ഇങ്ങനെ വയ്ക്കുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ അഴുക്കുണ്ടാവത്തില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത്. അപ്പം ഞാൻ ഇതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നല്ല തിക്കായിട്ട് ശർക്കര ഉരുക്കി വെച്ചിരിക്കുന്നതാണ്. നമ്മളിങ്ങനെ റെഡിയാക്കി വെച്ചിരുന്നാൽ നമുക്ക് ഇതുപോലെയുള്ള കുക്കിങ്ങിനൊക്കെ വളരെ സൗകര്യമാണ്. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് ഈ എടുത്തു വച്ചിരിക്കുന്ന പുളി നന്നായിട്ട് പിഴിഞ്ഞിട്ട് അരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ അരിച്ച് തന്നെ ഒഴിക്കണം, പുളിയിലും അഴുക്കുണ്ടാവും. ഇനി ഇത് തണുത്ത ശേഷം മിക്സിയുടെ ജാറിലിട്ട് നമുക്കിത് അരച്ചെടുക്കണം. ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഇതേ പാനിലേക്ക് തന്നെ ഈ അരച്ചതിനെ ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, ഇപ്പം നല്ല തിക്ക് പേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ ഇതിവിടെ തിളച്ച് വരുമ്പം നമുക്കിത് മാറ്റി വെച്ചിട്ട് ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കാം. പാൻ ചൂടാകുമ്പോഴേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. ഇത് നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയതുകൊണ്ട് വെജിറ്റബിൾ ഓയിൽ ഏതെങ്കിലും മാത്രമേ ഉപയോഗിക്കാവൂ. എണ്ണ ഇവിടെ ചൂടായി വരുമ്പോഴേക്ക് 1 ടീസ്പൂണ് ചെറിയ ജീരകം, അതായത് ക്യുമിൻ സീഡ് ഇട്ട് പൊട്ടിച്ചു കൊടുക്കാം. ഇതിവിടെ പൊട്ടി വരുമ്പോഴേക്ക് ഞാനിവിടെ 1/2 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ചെറിയ ജീരകത്തിന്റെ പൊടി എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അതോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ കായപ്പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുക്കണം. ഫ്ലെയിം കുറച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പൊടികൾ കരിഞ്ഞു പോരുത്. ഇനി നമുക്ക് ഈ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന ഈ ഡേറ്റ്സിന്റെ ചട്നിയിലേക്ക് ഈ മസാല കൂട്ടിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ സ്വീറ്റ് ചട്നി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നോക്കണം എല്ലാം പാകത്തിനുണ്ടോന്ന്. സൂപ്പർ ടേസ്റ്റ്. ഞാൻ ഒരു കാര്യം ചേർക്കാൻ പറഞ്ഞു, ഈ 1 നുള്ളു ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇത്ര മതിയാവും. ഇതുപോലെ നമ്മൾ സ്വീറ്റ് ചട്നി ഉണ്ടാക്കി വെച്ചിരുന്നാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ സമോസ ഉണ്ടാക്കുമ്പോഴേക്ക് നമുക്ക് ഇത് തന്നെ ഉപയോഗിക്കാവുന്നതാണ്. നമ്മളിത് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വേണം സൂക്ഷിക്കാനുള്ളത്. പുറത്ത് വെച്ചിരുന്നാൽ കേടായി പോകും. ഞാൻ ഈ ചട്നി ഇതുപോലെ ഒരു ബൗളിലേക്ക് ഒഴിച്ച് മാറ്റി വെക്കുവാണ്. ഇനി നമുക്കിതിലേക്കുള്ള ഗ്രീൻ ചട്നി തയ്യാറാക്കാം. ഈ ഗ്രീൻ ചട്നിക്ക് വേണ്ടി കുറച്ച് പുതിനയില എടുത്തിട്ടുണ്ട്. ഇതിനി 1 പിടി പുതിനയില നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ തന്നെ 1 പിടി മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 2 പച്ചമുളക് ഇട്ട് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ഞാനിവിടെ 1 പിടി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഏകദേശം 10-20 അല്ലി വെളുത്തുള്ളി വരും. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഞാനിവിടെ 1 നാരങ്ങ എടുത്തിട്ടുണ്ട്. പുളിക്ക് വേണ്ടിയിട്ട് 1 നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിവിടെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ ഗ്രീൻ ചട്നിയും തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് സമോസ തയ്യാറാക്കിയെടുക്കാം. പൊട്ടറ്റോ ഇവിടെ പെട്ടെന്ന് വേകാൻ വേണ്ടി ഞാൻ ഇതുപോലെ 4 ആയിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ സ്കിൻ അങ്ങ് റിമൂവ് ചെയ്ത് കൊടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോഴേക്ക് 1 ടീസ്പൂൺ ക്യുമിൻ സീഡ്, അതായത് ചെറിയ ജീരകം ഇട്ട് പൊട്ടിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 3 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ എരിവിന് പാകത്തിന് ചേർത്താൽ മതി. അത് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം വറുത്ത് പൊടിച്ച പൊടിയാണിത്, അതായത് ക്യുമിൻ സീഡ് അതിൻ്റെ പൊടിയും 1 ടീസ്പൂൺ ചാട്ട് മസാല പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കാശ്മീരി ചില്ലിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും. ഉപ്പിന് പകരം ഞാനിവിടെ ബ്ലാക്ക് സോൾട്ട് ആണ് ഇടുന്നത്. ബ്ലാക്ക് സോൾട്ട് ഒക്കെ ഇടുമ്പോഴേ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് വരത്തുള്ളൂ.
ശരിക്കും നോർത്ത് ഇന്ത്യൻ സമോസയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി നമുക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇതിലേക്കിട്ട് ഉടച്ചു കൊടുക്കാം. നല്ലതുപോലെ വെന്ത് കിട്ടിയാൽ നമുക്ക് ഇതുപോലെ ഉടച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. ഇത് കാണുമ്പോൾ പലരും ചോദിക്കും ഇത് എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന്. ഇത് ബിഗ് ബസാറിലൊക്കെ വാങ്ങാൻ കിട്ടും. ഞാനിത് അബുദാബിയിൽ നിന്നാണെന്ന് തോന്നുന്നു കൊണ്ടുവന്നത്, ഓർക്കുന്നില്ല, കുറച്ച് പഴയതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് കൂടി ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു 2 മിനിറ്റ് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം തന്നെ നല്ല ഒരു മണം വരുവാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. മല്ലിയില ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തണുത്ത ശേഷം മാത്രമേ നമ്മൾ ഫില്ല് ചെയ്യത്തുള്ളൂ. പിന്നെ ഒരു കാര്യം, നമുക്ക് ഇതുപോലെ തന്നെ മസാല ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പം ഇതിൽ നിന്ന് എടുത്ത് നമുക്ക് ഡോ ഉണ്ടാക്കിയിട്ട് അതിൽ ഫില്ല് ചെയ്ത് സമോസ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇനി ഇത് ഇവിടെ ഇരുന്ന് ഒന്ന് തണുക്കട്ടെ. മസാല ഇവിടെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് പരത്തിയിട്ട് ഇതെങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നതെന്ന് നോക്കാം. മാവ് നമ്മൾ ഇതുപോലെ കുഴച്ച് വെച്ചിരുന്നതിനെ എടുത്തിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കി മാറ്റി വെക്കാം. ഈ ഒരു സൈസിൽ മതിയാകും. നമുക്കറിയാലോ ഒരു സമോസയുടെ വലിപ്പം. ഇത് നമ്മൾ പരത്തിയിട്ട് ഹാഫ് മൂണായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഇനി ഇത് പരത്തി കാണിച്ചു തരാം. കുറച്ച് മൈദാമാവ് ഇതിൻ്റെ മീതെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ട് വേണം ഇത് പരത്തിയെടുക്കാൻ. ഇതുപോലെ വേണം പരത്തിയെടുക്കാൻ. ഈ കാണുന്നത് നമ്മളിട്ട അജ്വൈൻ സീഡാണ് കേട്ടോ. ഇനി ഇതിനെ നമുക്ക് ഹാഫ് മൂണായിട്ട് കട്ട് ചെയ്യാം. അതായത് സെൻട്രൽ നിന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് 2 പീസാകും. കണ്ടോ, ഇതുപോലെ വേണം കട്ട് ചെയ്തെടുക്കാനുള്ളത്. ഞാനിവിടെ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതൊന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഇരിക്കുന്ന ഈ ഷീറ്റിനെ നമ്മൾ പകുതി ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടെ നമ്മൾ വെള്ളം തടവി കൊടുക്കണം. ഇതിനെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് കൈകൊണ്ട് പതുക്കെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി. അപ്പോൾ ഇതൊരു കോൺ പോലെ ഇരിക്കും. കണ്ടോ, എല്ലാവർക്കും അറിയാമായിരിക്കും. അറിഞ്ഞുകൂടാത്ത കുറേ ആൾക്കാർ നമ്മളുടെ ഇടയിലുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചിരുന്നത് കേട്ടോ. ഈ എഡ്ജൊക്കെ നല്ലതുപോലെ ഒട്ടണം, അല്ലെങ്കിൽ ഇതിൻ്റെ ഫില്ലിങ് പുറത്തു വരും. അപ്പം ഇതിനെ നമ്മൾ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ റൗണ്ട് ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കണം. കണ്ടോ, അപ്പോൾ ഇത് ഈസി ആയിട്ട് ഇതിൻ്റെ അകത്ത് ഇരിക്കും. ഇനി നമുക്ക് ഫില്ലിങ് ഇതിനുള്ളിലേക്ക് വെച്ച് കൊടുക്കാം. ഇങ്ങനെ ഒന്ന് താഴ്ത്തി കൊടുക്കണം ഫില്ലിങ് വെച്ചിട്ട്. ഇനി നമുക്ക് ഈ സൈഡിലും വെള്ളം കൊണ്ട് ഇതങ്ങ് ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെ ഒന്ന് വെള്ളം തടവി കൊടുത്താൽ മതി. ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ ഇത് നമുക്ക് ഒട്ടിച്ചെടുക്കാൻ പറ്റും. കണ്ടോ, നമ്മുടെ സമോസ ഫില്ലിംഗ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. സമോസ ഫില്ലിങ്ങിന് നമുക്ക് ഇതുപോലൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എല്ലാം നമ്മൾ ഇതുപോലെ തന്നെ ഫില്ല് ചെയ്ത് വെച്ചിട്ട് ഒരുമിച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനൊരു ഇരുമ്പിച്ചട്ടി അടുപ്പത്ത് വെച്ച് ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പാകത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോഴേക്ക് ഈ ഓരോ സമോസ നമുക്ക് ഇതിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന സമോസയുടെ മാവ് നമുക്ക് ഇതിലേക്കിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ചൂടായ എണ്ണയിലേക്ക് വേണം നമ്മൾ ഈ മാവിട്ട് ഫ്രൈ ചെയ്തെടുക്കാനുള്ളത് കേട്ടോ. ഇടയ്ക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. തിരിച്ച് മറിച്ചിട്ട് ഇതൊരു ഗോൾഡൻ കളർ ആവുന്നവരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിവിടെ നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റിയിട്ട് ബാക്കിയിരിക്കുന്നത് നമുക്ക് ഇതുപോലെ എണ്ണയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. കണ്ടോ, പുറം നല്ല ക്രിസ്പിയാണിത്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നോർത്ത് ഇന്ത്യൻ സമോസ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഞാനിത് കഴിക്കേണ്ട വിധം കാണിച്ചു തരാം. ഇതിനെ നമുക്ക് 2ആയിട്ട് കട്ട് ചെയ്യാം. കട്ട് ചെയ്തതിനെ നമുക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കണം. ഇനി നമുക്കിത് ഈ ഓരോ ചട്നിയും ഇതിൻ്റെ മീതെ ഒഴിച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ആദ്യം ഞാൻ ഗ്രീൻ ചട്നിയാണ് എടുക്കുന്നത്. ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കാം.
ഇനി നമുക്കിതിലേക്ക് സ്വീറ്റ് ചട്നി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കെച്ചപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിന് പുറത്തേക്ക് കുറച്ച് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കും. ഇതൊക്കെ ഇട്ടിട്ട് ഇത് കഴിക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ്, ആ ശരിക്കും നോർത്ത് ഇന്ത്യൻ സമോസ കഴിക്കുന്ന ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. പിന്നെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് സേവ് എടുത്തിട്ടുണ്ട്. ഇത് ഇതിന്റെ മുകളിലേക്ക് കുറച്ചൊന്ന് വിതറി കൊടുക്കാം. അപ്പൊ ഞാൻ ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞുതരാം. ഇങ്ങനെ എടുത്തിട്ട് കുറച്ച് സവോള കൂടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് സേവ് ഇതൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും ആ കഴിക്കുന്ന ടൈമിൽ കുറച്ചുകൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. കഴിച്ചോട്ടെ. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി ഞാനിനി ഇത് കഴിക്കാൻ പോവുകയാണ്. ശരിക്ക് പറഞ്ഞുണ്ടല്ലോ, ആ സ്വീറ്റ് ചട്നിയുടെയും ആ ഗ്രീൻ ചട്നിയുടെയും, അതായത് കുറച്ച് സ്പൈസിയും കുറച്ച് സ്വീറ്റും പിന്നെ കുറച്ച് ക്രഞ്ചിയും ഒക്കെ ആയിട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. സത്യം, നിങ്ങളെ ഞാൻ കൊതിപ്പിക്കുകയല്ല. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഉണ്ടാക്കി കഴിച്ച് നോക്കിയിട്ട് തീർച്ചയായിട്ടും എനിക്ക് കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. പിന്നെ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇഷ്ടമായാൽ. എനിക്ക് ഏറ്റവും ഇഷ്ടം സ്വീറ്റ് ചട്നിയാണ് ഇതിൻ്റെ കൂടെ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ചുമ്മാ പറയുന്നതല്ല. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക.